ഹലോ ഫ്രണ്ട്സ്, കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് 2025 നവംബർ മാസത്തിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സും, അതായത് പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. 2025 നവംബർ മാസത്തെ പ്രധാനപ്പെട്ട സെലക്റ്റഡ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് നമ്മുടെ കേരളമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പോയിന്റുമാണ്. അപ്പോൾ എന്താണ്, രാജ്യത്തെ തന്നെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് കേരളമാണ്. എന്നാണ് പ്രഖ്യാപിച്ചത് എന്ന് പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കാം. 2025 നവംബർ 1 മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. പ്രഖ്യാപിച്ചത് എന്നാണ്? 2025 നവംബർ 1 പ്രഖ്യാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? KG ശങ്കരപിള്ളയ്ക്കാണ് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഴുത്തച്ഛൻ പുരസ്കാരമൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷകളിൽ ചോദിക്കാറുള്ളൊരു പുരസ്കാരമാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? KG ശങ്കരപിള്ളയ്ക്കാണ്. എഴുത്തച്ഛൻ പുരസ്കാരം സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് കണക്ട് ചെയ്തോണേ. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? KG ശങ്കരപിള്ളയ്ക്കാണ്. KG ശങ്കരപിള്ള. അടുത്ത പോയിന്റ്, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീട്ടിലെത്തിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് കുടുംബശ്രീ ഹോം ഷോപ്പ് പദ്ധതി കേട്ടോ. പഠിച്ചു വെച്ചോളൂ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീട്ടിലെത്തിക്കുന്ന കുടുംബശ്രീയുടെ പുതിയ പദ്ധതി ഏതാണ്? കുടുംബശ്രീ ഹോം ഷോപ്പ് പദ്ധതി. കുടുംബശ്രീ ഹോം ഷോപ്പ് പദ്ധതി. അടുത്ത ചോദ്യം, യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗാസ്ട്രോണമി പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? ലക്നൗ ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, നല്ലൊരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിന്റുമാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗാസ്ട്രോണമി പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? ലക്നൗ ആണ്. ലക്നൗ. അതുപോലെ തന്നെ 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് ആരാണ്? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യയാണ് കിരീടം നേടിയത്. അതായത് 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയതാരാണ്? ഏത് രാജ്യമാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് കീഴടക്കിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് കീഴടക്കി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ടീമിനെ നയിച്ച ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻ പ്രീത് കൗർ. അതും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇന്ത്യൻ ടീമിനെ നയിച്ച ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? ഹർമൻ പ്രീത് കൗർ ആണ്. അടുത്ത പോയിന്റ്, സ്വച്ഛ് സർവേഷൻ റിപ്പോർട്ട് 2025 പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിയില്ലാത്ത നഗരം ഏതാണ്? മധുരയാണ് കേട്ടോ. തമിഴ്നാട്ടിലെ മധുരയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇത് ഉറപ്പായിട്ടും ഒരു മാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, സ്വച്ഛ് സർവേഷൻ 2025 റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിയില്ലാത്ത നഗരമായി തിരഞ്ഞെടുത്ത ഏത് നഗരമാണ്? മധുരൈ, തമിഴ്നാട്. രാജ്യത്തിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ ന്യൂക്ലിയർ മെഡിസിൻ PG ആരംഭിക്കുന്നത് എവിടെയാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കേട്ടോ. പഠിച്ചു വെച്ചോളൂ, രാജ്യത്ത് ആദ്യമായി സർക്കാർ മേഖലയിൽ ന്യൂക്ലിയർ മെഡിസിൻ PG ആരംഭിക്കുന്നത് എവിടെയാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. പട്ടികജാതി വിഭാഗക്കാരുടെ വീടുപണി പൂർത്തിയാക്കാൻ 2 ലക്ഷം രൂപ നൽകുന്ന പട്ടികജാതി വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് സേഫ് പദ്ധതി കേട്ടോ. സേഫ് പദ്ധതി. പഠിച്ചു വെച്ചോളൂ, പട്ടികജാതി വിഭാഗക്കാരുടെ വീടുപണി പൂർത്തിയാക്കാൻ 2 ലക്ഷം രൂപ നൽകുന്ന പട്ടികജാതി വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് സേഫ് പദ്ധതി. വിക്കിപീഡിയയ്ക്ക് ബദലായി CEO എലോൺ മസ്ക് അവതരിപ്പിച്ച ഓൺലൈൻ സർവ്വവിജ്ഞാനകോശം ഏതാണ്? ഗ്രോക്കിപീഡിയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, വിക്കിപീഡിയയ്ക്ക് ബദലായി CEO എലോൺ മസ്ക് അവതരിപ്പിച്ച ഓൺലൈൻ സർവ്വവിജ്ഞാനകോശമാണ് ഗ്രോക്കിപീഡിയ. ഇന്ത്യയിലെ 94ാമത് റംസാർ സൈറ്റ് ഏതാണ്? ഗോഗാബീൽ തടാകം, ബീഹാറിലാണ് കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, അടുത്തിടെ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ 94ാമത് റംസാർ സൈറ്റ് ഏതാണ്? ഗോഗാബീൽ തടാകം, ബീഹാറാണ്. ന്യൂയോർക്കിൽ മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജനാരാണ്? സൊഹ്റാൻ മന്ദാനിയാണ്. ഇത് ന്യൂസുകളിലൊക്കെ ഒരുപാട്, നമ്മുടെ ഇവിടെയുള്ള ന്യൂസുകളിലൊക്കെ ഒരുപാട് വാർത്തയായ ഒരു ഇതാണ്. സൊഹ്റാൻ മന്ദാനി ഇന്ത്യൻ
വംശജനായിട്ടുള്ള സൊഹ്റാൻ മദ്ദാനി ന്യൂയോർക്കിൽ മേയറായിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ മേയറാവുന്ന ആദ്യ മുസ്ലിമും അതുപോലെ തന്നെ ഇയാളൊരു ഇടതുപക്ഷ പാർട്ടിക്കാരനും കൂടിയാണ് കേട്ടോ. അതൊക്കെ നമ്മൾ ന്യൂസുകളിലൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇയാളെക്കുറിച്ച് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ന്യൂയോർക്കിൽ മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജനാരാണ്? സൊഹ്റാൻ മന്ദാനി. രാജ്യത്ത് 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ ഏതാണ്? കോട്ടക്കലാണ് കേട്ടോ. കോട്ടക്കൽ പഠിച്ചു വെച്ചോളൂ. മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ നഗരസഭയാണ്. രാജ്യത്ത് 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ ഏതാണ്? കോട്ടക്കൽ നഗരസഭയാണ്. ഐക്യരാഷ്ട്ര സംഘടന ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി ഏത് സർവകലാശാലയാണ് ക്വാണ്ടം പൂച്ചയുടെ കേരള പര്യടനം എന്ന് പേരിട്ട ശാസ്ത്ര സംവാദ പരിപാടി നടത്തുന്നത്? കുസാറ്റ് യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. പഠിച്ചു വെച്ചോളൂ. ഒന്നുകൂടെ പറയാം. ഐക്യരാഷ്ട്ര സംഘടന ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി ഏത് സർവകലാശാലയാണ് ക്വാണ്ടം പൂച്ചയുടെ കേരള പര്യടനം എന്ന് പേരിട്ട ശാസ്ത്ര സംവാദ പരിപാടി നടത്തുന്നത്? കുസാറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ചരിത്രത്തിലാദ്യമായി കുംഭമേള നടത്തുവാൻ തിരഞ്ഞെടുത്ത കേരളത്തിലെ പ്രദേശം ഏതാണ്? തിരുനാവായി, മലപ്പുറം. നമ്മൾ ഈ കുംഭമേളയൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ അല്ലേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മുടെ കേരളത്തിലും ചരിത്രത്തിൽ ആദ്യമായിട്ട് വരാൻ പോവുകയാണ്. ആ വരുന്ന സ്ഥലമാണ് തിരുനാവായി, മലപ്പുറം. അപ്പോൾ ഒന്നുകൂടെ പറയാം. ചരിത്രത്തിലാദ്യമായി കുംഭമേള നടത്തുവാൻ തിരഞ്ഞെടുത്ത കേരളത്തിലെ പ്രദേശം ഏതാണ്? തിരുനാവായി, മലപ്പുറം. ബഹിരാകാശത്ത് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന AI ഡാറ്റാ സെൻറ്ററുകൾ നിർമ്മിക്കാനുള്ള ഗൂഗിളിൻ്റെ പദ്ധതി ഏതാണ്? പ്രൊജക്റ്റ് സൺക്യാച്ചർ ആണ് കേട്ടോ. പ്രൊജക്റ്റ് സൺക്യാച്ചർ. ഒന്നുകൂടെ പറയാം. ബഹിരാകാശത്ത് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന AI ഡാറ്റാ സെൻറ്ററുകൾ നിർമ്മിക്കാനുള്ള ഗൂഗിളിൻ്റെ പദ്ധതിയുടെ പേരാണ് പ്രൊജക്റ്റ് സൺക്യാച്ചർ. കേരളത്തിലെ ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ RPFും റെയിൽവേ പോലീസും സംയുക്തമായി നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ രക്ഷിത. നമ്മൾ കഴിഞ്ഞ മാസം ഒരു പെൺകുട്ടിയെ ഒരാൾ തെള്ളിയൊക്കെ ഇട്ടില്ലേ ട്രെയിനിൽ നിന്ന് വർക്കലയൊക്കെ. അതൊക്കെ തുടർന്നുള്ള ഒരു പുതിയൊരു പദ്ധതിയാണ് വന്നത്. അപ്പോൾ ഇനി അതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള RPFിൻ്റെ റെയിൽവേ പോലീസിൻ്റെയൊക്കെ നടത്തുന്ന ഒരു സംയുക്ത സുരക്ഷാ പദ്ധതിയാണ് ഓപ്പറേഷൻ രക്ഷിത കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം. കേരളത്തിലെ ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ RPFും റെയിൽവേ പോലീസും സംയുക്തമായി നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ രക്ഷിത. സാറ്റലൈറ്റ് അധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനങ്ങൾക്കായി എലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്കുമായി കരാറിൽ ഒപ്പിട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. സാറ്റലൈറ്റ് അധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനങ്ങൾക്കായി എലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്കുമായി കരാർ ഒപ്പിട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയ പ്രസിഡൻ്റായി നിയമിതനായതാരാണ്? K. ജയകുമാറാണ് കേട്ടോ. അപ്പം നിലവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? K. ജയകുമാർ. ഇന്ത്യയുടെ 91ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? VS രാഹുലാണ് കേട്ടോ. തമിഴ്നാട് സ്വദേശിയാണ്. അപ്പം ഇന്ത്യയുടെ 91ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? VS രാഹുലാണ്. അമേരിക്കൻ ലോസ് ഏഞ്ചൽസ് അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചിത്രം ഏതാണ്? ഭ്രമയുഗമാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. അമേരിക്കൻ ലോസ് ഏഞ്ചൽസ് അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചിത്രം ഏതാണ്? ഭ്രമയുഗമാണ്. നമ്മുടെ മമ്മൂട്ടിയുടെ ചിത്രമാണ് ഭ്രമയുഗം. കേരളത്തിന് അനുവദിച്ച മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ റൂട്ട് ഏതൊക്കെയാണ്? എറണാകുളം മുതൽ ബാംഗ്ലൂർ വരെയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. കേരളത്തിന് അനുവദിച്ച മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ റൂട്ട് ഏതാണ്? എറണാകുളം മുതൽ ബാംഗ്ലൂർ വരെ. പ്രീ പ്രൈമറി മുതൽ അധ്യാപക പരിശീലനം വരെയുള്ള വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ലോക ബാങ്ക് സഹായത്തോടെയുള്ള പദ്ധതി ഇതാണ്. സ്റ്റാർസ് പദ്ധതിയാണ് കേട്ടോ. സ്റ്റാർസ് പദ്ധതി. ഒന്നുകൂടെ പറയാം. പ്രീ പ്രൈമറി മുതൽ അധ്യാപക പരിശീലനം വരെയുള്ള വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ലോക ബാങ്ക് സഹായത്തോടെയുള്ള പദ്ധതിയുടെ പേരാണ് സ്റ്റാർസ് പദ്ധതി.
വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ വെള്ളപ്പൊക്കത്തെ നേരിയ തോതിൽ ചെറുക്കാൻ കഴിയുന്ന പുതിയ നെൽ വിത്തിനമേതാണ്? ആദ്യമാണ് കേട്ടോ, ആദ്യ. പഠിച്ചു വെച്ചോളൂ. വളർച്ചയുടെ ആദ്യ ഘട്ടങ്ങളിൽ വെള്ളപ്പൊക്കത്തെ നേരിയ തോതിൽ ചെറുക്കാൻ കഴിയുന്ന പുതിയ നെൽവിത്തിനമേതാണ്? ആദ്യമാണ്. 2025 ലോകത്തിലെ ആദ്യ കറൻസി രഹിത രാജ്യമായി മാറിയത് ഏത് രാജ്യമാണ്? സ്വീഡനാണ്. അപ്പോൾ 2025 ലോകത്തിലെ ആദ്യ കറൻസി രഹിത രാജ്യമായി മാറിയത് ഏത് രാജ്യമാണ്? സ്വീഡനാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം. നമുക്ക് സപ്പോർട്ട് വളരെ കുറവാണ് കേട്ടോ. അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ക്ലാസ്സിലോട്ട് വരാം. പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തുന്ന പ്രവാസി കേരളീയർക്ക് നാട്ടിലെ സംരംഭങ്ങളിൽ തൊഴിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നോർക്ക വഴി നടപ്പാക്കുന്ന പദ്ധതിയാണ് നെയിം പദ്ധതി കേട്ടോ. നെയിം പദ്ധതിയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിസൈഡ് എംപ്ലോയ്മെൻ്റ് ആണ്. ഒന്നുകൂടെ പറയാം. പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തിയ പ്രവാസി കേരളീയർക്ക് നാട്ടിലെ സംരംഭങ്ങളിൽ തൊഴിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നോർക്ക വഴി നടപ്പാക്കുന്ന പദ്ധതിയാണ് നെയിം പദ്ധതി. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സാമൂഹിക മാധ്യമ ഉപയോഗം നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം ഡെൻമാർക്കാണ്. 2025 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ഏത് ജില്ലയാണ്? മലപ്പുറം ജില്ലയാണ്. 2025 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ആരാണ്? മലപ്പുറമാണ്. 2025 ഏഷ്യയിൽ ഏറ്റവും സന്തോഷകരമായ നഗരങ്ങളിൽ ഒന്നാമതെത്തിയ നഗരം മുംബൈ നഗരമാണ് കേട്ടോ. മുംബൈ നഗരമാണ്. അപ്പോൾ എന്താണ്? 2025 ഏഷ്യയിലെ ഏറ്റവും സന്തോഷകരമായ നഗരങ്ങളിൽ ഒന്നാമതെത്തിയ നഗരം ഏതാണ്? മുംബൈയാണ്. ഇന്ത്യയിൽ ആദ്യമായി ആൻറ്റിബയോഗ്രാം റിപ്പോർട്ട് 4ാം തവണയും പുറത്തിറക്കിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ആൻറ്റിബയോഗ്രാം റിപ്പോർട്ട് 4ാം തവണയും പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. രാജ്യത്തെ ആദ്യ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് മൈസൂരാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ രാജ്യത്തെ ആദ്യ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? മൈസൂരാണ്. അന്റാർട്ടിക്കയിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ റിസർച്ച് സ്റ്റേഷൻ ഏതാണ്? മൈത്രി 2 ആണ്. അന്റാർട്ടിക്കയിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ റിസർച്ച് സ്റ്റേഷൻ ഏതാണ്? മൈത്രി 2 ആണ്. പൊതുജനങ്ങൾക്ക് സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗ പരിഹാരത്തിനായുള്ള കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി ആരംഭിച്ച പദ്ധതിയാണ് സമയം പദ്ധതി. അപ്പോൾ ഒന്നുകൂടെ പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുജനങ്ങൾക്ക് സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗ പരിഹാരത്തിനായുള്ള കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി ആരംഭിച്ച പദ്ധതിയാണ് സമയം പദ്ധതി. 2026 വനിതാ പുരുഷ ഹോക്കി മത്സരങ്ങളുടെ വേദി എവിടെയാണ്? ബെൽജിയമും നെതർലൻഡുമാണ് കേട്ടോ. 2026 വനിതാ പുരുഷ ഹോക്കി ലോകകപ്പ് മത്സരങ്ങളുടെ വേദി ബെൽജിയം നെതർലൻഡാണ്. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഗ്ലാസ്ഗോയാണ്. 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദി ഗ്ലാസ്ഗോയാണ്. തരിശുനിലം ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഭൂസമൃദ്ധി പദ്ധതി. തരിശുനിലം ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ്? ഭൂസമൃദ്ധി പദ്ധതി. അടുത്ത് നോക്കാം നമുക്ക്. ഒരു മിനിറ്റ്. അടുത്ത് നോക്കാം. കാഴ്ച വെല്ലുവിളി നേരിടുന്ന മുതിർന്നവർക്കായുള്ള സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി ബ്രെയിൻ പദ്ധതി. അപ്പോൾ എന്താണ്? കാഴ്ച വെല്ലുവിളി നേരിടുന്ന മുതിർന്നവർക്കായി സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി ബ്രെയിൻ പദ്ധതി. അടുത്തിടെ ഭൗമ സൂചിക പദവി ലഭിച്ച ഗുജറാത്തിലെ മാർബിൾ ഏതാണ്? അംബാജി മാർബിൾ. അടുത്തിടെ ഭൗമ സൂചിക പദവി ലഭിച്ച ഗുജറാത്തിലെ മാർബിൾ ഏതാണ്? അംബാജി മാർബിൾ. ലോകത്തിലെ ഏറ്റവും വലിയ സംരംഭ ട്രെയിൻ യാത്രയായ ജാഗുതി യാത്രയുടെ ഭാഗമായ കേരളത്തിലെ നഗരം ഏതാണ്? നമ്മുടെ കൊച്ചിയാണ് കേട്ടോ.
പഠിച്ചു വെച്ചോളൂ. ലോകത്തിലെ ഏറ്റവും വലിയ സംരംഭക ട്രെയിൻ യാത്രയായ ജ്വാഗ്വതി യാത്രയുടെ ഭാഗമായ കേരളത്തിലെ നഗരം കൊച്ചിയാണ്. ബീഹാറിൽ 10ാം തവണയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരാണ്? നിതീഷ് കുമാറാണ്. അപ്പോൾ നിലവിലെ ബീഹാർ മുഖ്യമന്ത്രി ആരാണ്? 10ാമതും അടുപ്പിച്ച് 10ാമതും നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? നിതീഷ് കുമാറാണ്. ബീഹാറിൽ 10ാം തവണയും മുഖ്യമന്ത്രിയായത് ആരാണ്? നിതീഷ് കുമാറാണ്. മനുഷ്യരിൽ HN പക്ഷിപ്പനി സ്ഥിരീകരിച്ച അമേരിക്കൻ സംസ്ഥാനം ഏതാണ്? വാഷിങ്ടൺ ആണ് കേട്ടോ, വാഷിങ്ടൺ. 2025 നവംബറിൽ ബംഗ്ലാദേശ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച മുൻ പ്രധാനമന്ത്രി ഏതാണ്? ഷെയ്ഖ് ഹസീനയാണ് കേട്ടോ, ഷെയ്ഖ് ഹസീനയാണ്. 2025 നവംബറിൽ ബംഗ്ലാദേശ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച മുൻ പ്രധാനമന്ത്രി ആരാണ്? ഷെയ്ഖ് ഹസീനയാണ്. തിരഞ്ഞെടുപ്പ് പട്ടികകൾ കത്തുവും പൂർണ്ണമായും പുതുക്കിയതും ആയിരിക്കണമെന്ന് ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച പദ്ധതിയാണ് SIR കേട്ടോ. SIRനെയൊക്കെ ഫുൾ ഫോം പരീക്ഷയ്ക്ക് ചോദിക്കാം. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ആണ് കേട്ടോ, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനാണ്. അപ്പോൾ നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തെരഞ്ഞെടുപ്പിലെ വോട്ടേഴ്സ് ലിസ്റ്റൊക്കെ പരിഷ്കരിക്കാൻ വേണ്ടിയുള്ളൊരു പുതിയൊരു പദ്ധതിയാണ് SIR പദ്ധതി. നമ്മുടെ എല്ലാ വീഡിയോകളിൽ വന്നിട്ടുണ്ടായും തിരഞ്ഞെടുപ്പിനിടെ. അപ്പോൾ SIR എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനാണ്. നമ്മളിപ്പോൾ എവിടെയാണ് കാര്യങ്ങളൊക്കെ എന്നറിയാൻ വേണ്ടിയാണ് അപ്ഡേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും SIR. അപ്പോൾ SIRൻ്റെ ഫുൾ ഫോം പരീക്ഷയ്ക്ക് ചോദിക്കാം. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. SIRൻ്റെ ഫുൾ ഫോം എന്താണ്? സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. സ്ത്രീകൾക്ക് മാത്രമായി ഹെർ പ്രീമിയം സേവിങ്സ് അക്കൗണ്ട് അവതരിപ്പിച്ച ബാങ്ക് ഏതാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്ക്. അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമായി ഹെർ പ്രീമിയം സേവിങ്സ് അക്കൗണ്ട് അവതരിപ്പിച്ച ബാങ്ക് ഏതാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. 2026 ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? കുറസാവോ ആണ് കേട്ടോ, കുറസാവോ ആണ്. പഠിച്ചു വെച്ചോളൂ, പരീക്ഷയ്ക്ക് ഒരു മാർക്ക് ചോദിക്കും. അപ്പോൾ 2026 ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? കുറസാവോ ആണ്, കുറസാവോ. IBSFൻ്റെ ലോക സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? അനുപമ രാമചന്ദ്രനാണ്. പട്ടികജാതി നഗറുകളിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഐശ്വര്യ ഗ്രാമം പദ്ധതി. പട്ടികജാതി നഗറുകളിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഐശ്വര്യ ഗ്രാമം പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരതാ നഗരസഭ ഏതാണ്? ശ്രീകണ്ഠപുരമാണ്, കണ്ണൂരിലെ ശ്രീകണ്ഠപുരമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരതാ നഗരസഭ ശ്രീകണ്ഠപുരം, കണ്ണൂർ. ആൾക്കൂട്ട ദുരന്തങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയാനുള്ള AI അധിഷ്ഠിത ക്യാമറ സംവിധാനം വികസിപ്പിച്ചത് എവിടെയാണ്? NIT കാലിക്കറ്റിലാണ് കേട്ടോ, NIT കാലിക്കറ്റിലാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ആൾക്കൂട്ട ദുരന്തങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയാനുള്ള AI അധിഷ്ഠിത ക്യാമറ സംവിധാനം വികസിപ്പിച്ചത് NIT കാലിക്കറ്റാണ്. സർക്കാർ ബസ്സുകളിൽ അർബുദ രോഗികൾക്ക് ചികിത്സാ വേളയിലെ യാത്രകൾ സൗജന്യമായി നൽകുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ്. നമ്മുടെ KSRTC ആണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, ഒരു മാർക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സർക്കാർ ബസ്സുകളിൽ അർബുദ രോഗികൾക്ക് അഥവാ ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ വേളയിലെ യാത്രകൾ സൗജന്യമായി നൽകുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ്. 52 വർഷങ്ങൾക്ക് ശേഷം ഫിഫ ലോകകപ്പ് ഫുട്ബോളിലേക്ക് യോഗ്യത നേടിയ രാജ്യം ഏതാണ്? ഹെയ്തിയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിന്റുമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 52 വർഷങ്ങൾക്ക് ശേഷം ഫിഫ ലോകകപ്പ് ഫുട്ബോളിലേക്ക് യോഗ്യത നേടിയ രാജ്യം ഏതാണ്? ഹെയ്തിയാണ്. 2026 31ാം UN കാലാവസ്ഥാ ഉച്ചകോടി COP31ൻ്റെ വേദി എവിടെയാണ്? തുർക്കിയാണ് കേട്ടോ, തുർക്കി. അപ്പോൾ COP 30 അതായത് കാലാവസ്ഥ ഉച്ചകോടിയൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷകൾ ചോദിക്കാറുള്ളതാണ് വേദി. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, 2026 31ാമത് UN കാലാവസ്ഥ ഉച്ചകോടി COP 31ൻ്റെ വേദി എവിടെയാണ്? തുർക്കിയാണ്. കേരളത്തിൽ BPCL കൊച്ചി റിഫൈനറി ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്ന സ്ഥലം എവിടെയാണ്? കളമശ്ശേരിയാണ്. അപ്പോൾ എന്താണ് കേരളത്തിൽ BPCLൻ്റെ കൊച്ചി റിഫൈനറി ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്ന സ്ഥലം എവിടെയാണ്? കളമശ്ശേരിയാണ്, കളമശ്ശേരി. മിസ് യൂണിവേഴ്സ് 2025 കിരീടം നേടിയതാരാണ്? ഫാത്തിമ ബോഷാണ്. മെക്സിക്കൻ മോഡലാണ് കേട്ടോ, മെക്സിക്കൻ മോഡലാണ്.
2025 നവംബറിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഏത് യുദ്ധവിമാനമാണ് ദുബായ് എയർ ഷോയിൽ തകർന്നു വീണത്? തേജസ് വിമാനമാണ് കേട്ടോ, തേജസ് വിമാനമാണ്. അപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കണം, 2025 നവംബറിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഏത് യുദ്ധവിമാനമാണ് ദുബായ് എയർ ഷോയിൽ തകർന്നു വീണത്? തേജസ് ആണ്. DNA-യിൽ മാറ്റം വരുത്തി അരിവാൾ രോഗം പ്രതിരോധിക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പി ഏതാണ്? ബിർസ 101 ആണ്, 101 ആണ്, 101 ആണ്. അപ്പോൾ ബിർസ 101 ആണ്. അപ്പോൾ DNA-യിൽ മാറ്റം വരുത്തി അരിവാൾ രോഗം പ്രതിരോധിക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പിയാണ് ബിർസ 101 അഥവാ ബിർസ 101. 2025 നവംബറിൽ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ച കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞം തുറമുഖമാണ്. അപ്പോൾ 2025 നവംബറിൽ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ച കേരളത്തിലെ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് കാസ്പ് ഹെൽത്ത് കേട്ടോ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കായി ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? കാസ്പ് ഹെൽത്ത്. പാഠപുസ്തകങ്ങളിലെ വിഷയങ്ങൾ തൊഴിൽ പരിശീലനം കൂടി നൽകുന്ന പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ പദ്ധതി. ക്രിയേറ്റീവ് കോർണർ പദ്ധതി പാഠപുസ്തകങ്ങളിലെ വിഷയങ്ങളിൽ തൊഴിൽ പരിശീലനം കൂടി നൽകുന്ന പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ പദ്ധതിയാണ്. അടുത്ത പോയിന്റിലോട്ട് പോവാം. ഇന്ത്യയിൽ ആദ്യമായി ക്വാണ്ടം സിറ്റി എന്ന ആശയം അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ഇന്ത്യയിൽ ആദ്യമായി ക്വാണ്ടം സിറ്റി എന്ന ആശയം അവതരിപ്പിച്ച സംസ്ഥാനം കർണാടകയാണ്. തായ്ലൻഡിൽ നടന്ന ഏഷ്യൻ യൂത്ത് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി 2ാം വർഷവും ചാമ്പ്യനായതാരാണ്? ദിവി ബിജേഷാണ്. അപ്പോൾ എന്താണ്? തായ്ലൻഡിൽ നടന്ന ഏഷ്യൻ യൂത്ത് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി 2ാം വർഷവും ചാമ്പ്യനായതാരാണ്? ദിവി ബിജേഷാണ്. കാഴ്ച പരിമിതരുടെ പ്രഥമ വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് നമ്മുടെ ഇന്ത്യയാണ്, നേപ്പാളിനെ പരാജയപ്പെടുത്തിയാണ്. അപ്പോൾ കാഴ്ച പരിമിതരുടെ പ്രഥമ വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയതാരാണ്? ഇന്ത്യയാണ്. ഡിജിറ്റൽ തട്ടിപ്പ് തടയാൻ AI അധിഷ്ഠിത റിയൽ ടൈം സ്കാം ഡിറ്റക്ഷൻ ടെക്നോളജി അവതരിപ്പിച്ചത് നമ്മുടെ ഗൂഗിളാണ് കേട്ടോ, ഗൂഗിൾ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, ഡിജിറ്റൽ തട്ടിപ്പ് തടയാൻ AI അധിഷ്ഠിത റിയൽ ടൈം സ്കാം ഡിറ്റക്ഷൻ ടെക്നോളജി അവതരിപ്പിച്ചത് ഗൂഗിളാണ്. അടുത്തിടെ ശക്തമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുണ്ടായ മൗണ്ട് സൊമേരു സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ് കേട്ടോ. ഒന്നുകൂടെ പറയാം, അടുത്തിടെ ശക്തമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുണ്ടായ മൗണ്ട് സൊമേരു സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യയാണ്. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്ത ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. അപ്പോൾ സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്ത ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്താണ്. ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. അടുത്ത ചോദ്യം നോക്കാം. ബഹുഭാര്യത്വം അഥവാ പോളിഗാമി ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് 2025 നവംബറിൽ നിയമസഭയിൽ ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം ആസാമാണ് കേട്ടോ, ആസാമാണ്. അപ്പം ബഹുഭാര്യത്വം അഥവാ ബഹുഭാര്യത്വം അഥവാ പോളിഗമി ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് 2025 നവംബറിൽ നിയമസഭയിൽ ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം ആസാമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ 2ാമത്തെ റെയിൽവേ പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? നയാഗഡ് ഒഡീഷയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ 2ാമത്തെ റെയിൽവേ പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? നയാഗഡ് ഒഡീഷ. ഐക്യരാഷ്ട്രസഭയുടെ പുതിയ നഗരവൽക്കരണ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം ഏതാണ്? ജക്കാർത്തയാണ് കേട്ടോ, ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ പുതിയ നഗരവൽക്കരണ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം ജക്കാർത്തയാണ്. ജക്കാർത്ത ഇന്തോനേഷ്യയിലാണ്. സ്പെഷ്യൽ സ്കൂൾ സംസ്ഥാന കലോത്സവത്തിൻ്റെ വേദി എവിടെയായിരുന്നു? തിരൂരാണ്, മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. അതിൽ 1ാം സ്ഥാനം നേടിയത്, ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് തൃശ്ശൂർ ജില്ലയാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, സ്പെഷ്യൽ സ്കൂൾ അതായത് ഡിസേബിൾഡ് സ്റ്റുഡൻസിനെയാണ് സ്പെഷ്യൽ സ്കൂൾ സംസ്ഥാന കലോത്സവത്തിൻ്റെ വേദി തിരൂരായിരുന്നു, മലപ്പുറം ജില്ലയിലെ തിരൂരിൽ വെച്ചായിരുന്നു നടന്നത്. 1ാം സ്ഥാനം നേടിയ ജില്ല തൃശ്ശൂരാണ്. ഭരണഘടനാ ദിനത്തിൽ ഡോക്ടർ BR അംബേദ്കറുടെ അർത്ഥകായ
പ്രതിമ ഏത് സംഘടനയുടെ ആസ്ഥാനത്താണ് സ്ഥാപിച്ചത്? യുനെസ്കോയുടെ ആസ്ഥാനത്താണ് സ്ഥാപിച്ചത്. ഒരു മാർക്ക് ഉറപ്പിച്ചോളൂ, നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഭരണഘടനാ ദിനത്തിൽ ഡോക്ടർ BR അംബേദ്കറുടെ അർദ്ധകായ പ്രതിമ ഏത് സംഘടനയുടെ ആസ്ഥാനത്താണ് സ്ഥാപിച്ചത്? യുനെസ്കോയുടെ ആസ്ഥാനത്താണ് സ്ഥാപിച്ചത്. ഖത്തറിൽ നടന്ന ഫിഫ അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയത് ഏത് രാജ്യമാണ്? പോർച്ചുഗലാണ് കേട്ടോ, പോർച്ചുഗൽ. പ്രളയബാധിതരായ ശ്രീലങ്കയ്ക്ക് അടിയന്തര സഹായം എത്തിക്കാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു മാർക്ക് പ്രതീക്ഷിക്കാം. ഒന്നുകൂടെ പറയാം, പ്രളയബാധിതരായ ശ്രീലങ്കയ്ക്ക് അടിയന്തര സഹായം എത്തിക്കാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാദൗത്യം ഏതാണ്? ഓപ്പറേഷൻ സാഗർ ബന്ധു. 2025 നവംബറിൽ അന്തരിച്ച മലബാറിലെ ആദ്യ മുസ്ലിം വനിത MLA ആരാണ്? കാനത്തിൽ ജമീലയാണ്. കഴിഞ്ഞ ആഴ്ച, അതായത് 2025 നവംബർ മാസം 29-നാണ് അവർ അന്തരിച്ചത്. അപ്പം എന്താണ്, ഒന്നുകൂടെ പറയാം, 2025 നവംബറിൽ അന്തരിച്ച മലബാറിലെ ആദ്യ മുസ്ലിം വനിത MLA ആരാണ്? കാനത്തിൽ ജമീലയാണ്. CPM പാർട്ടിയാണ്. CPMൻ്റെ MLA ആണ്. അതുപോലെ തന്നെ നിലവിൽ കൊയിലാണ്ടി MLA കൂടിയായിരുന്നു ഈ കാനത്തിൽ ജമീല. അതുകൂടെ അറിഞ്ഞിരിക്കണം. അടുത്തത്, ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 6 നേടുന്ന താരം ആരാണ്? രോഹിത് ശർമ്മയാണ് കേട്ടോ. അപ്പം ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 6 നേടുന്ന താരമാരാണ്? രോഹിത് ശർമ്മയാണ്. കേരളത്തിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ, പ്രതിരോധ, സ്പേസ്, അനുബന്ധ മേഖലകൾ എന്നിവയിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിന് രൂപവൽക്കരിച്ച സംരംഭമാണ് K-Space. ഒന്നുകൂടെ പറയാം, കേരളത്തിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ, പ്രതിരോധ, സ്പേസ്, അനുബന്ധ മേഖലകൾ എന്നിവയിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിന് രൂപവൽക്കരിച്ച സംരംഭമാണ് K-Space ആണ്. അടുത്തത്, ബാർക്ക് ദ ബാബ അറ്റോമിക്സ് റിസർച്ച് സെൻറ്റർ വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂട്ടൻ്റ് വാഴയിനം എന്നാണ്. മ്യൂട്ടൻ്റ് വാഴയിനം ഏതാണ്? കാവേരി വാമനാണ് കേട്ടോ, കാവേരി വാമനാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ബാർക്ക് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂട്ടൻ്റ് വാഴയിനം ഏതാണ്? കാവേരി വാമനാണ്. ഹരിയാനയിൽ നടന്ന ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയതാരാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, ഹരിയാനയിൽ നടന്ന ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയത് നമ്മുടെ കേരളമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കഴിഞ്ഞ മാസം, അതായത് നവംബർ മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നമുക്ക് ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസും അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിലെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സസ് എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ വീഡിയോ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യണം. കാരണം നമുക്ക് സപ്പോർട്ട് വളരെ കുറവാണ്. നമ്മൾ എഫേർട്ട് എടുത്താണ് ക്ലാസ്സസ് ചെയ്യുന്നത്, പക്ഷേ അതിനൊക്കെ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ മാക്സിമം ഒന്ന് ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്താലും മതി. ഹൈപ്പ് ചെയ്താൽ ബാക്കിയുള്ളവർക്ക് കൂടെ അത് റെക്കമെൻഡേഷൻ പോകുന്നതാണ്. അപ്പം പുതിയൊരു ക്ലാസ്സുമായിട്ടൊക്കെ ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പോൾ ചാനൽ മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് വെക്കുക. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ.